പ്രീസ് ലോർഡ്. സങ്കീർത്തനം 128 ഇപ്രകാരം പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരാകുന്നു. അങ്ങനെയുള്ളവർ അവരെക്കുറിച്ചാകുന്നു താഴോട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ മക്കളാകുകയാണെങ്കിൽ, മകനും മകളും ആണെങ്കിൽ, ഈ സങ്കീർത്തനം നമുക്കുള്ളതാകുന്നു. നമുക്കത് ഏറ്റെടുക്കാം. അത് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാന്, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ആമീൻ. അതിൽ കൂടുതലായിട്ട് എന്തൊരു അനുഗ്രഹമാണ്! ദൈവത്തിൻ്റെ മക്കളായി കഴിയുമ്പോഴത്തേനും നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായിട്ടുള്ളൊരു മുന്തിരിവള്ളി പോലെ ഇരിക്കും. ആമീൻ. ഹാലേലൂയ. അതുപോലെ നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ അവർ എന്താകും, മുമ്പോട്ട് പോകുന്ന ഉടനെ ദൈവമില്ലാത്ത അവസ്ഥയാകുന്നു എന്ന്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, നമ്മൾ ദൈവമക്കളാകുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകത്തില്ല. യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും, അവർ ദൈവമക്കളാകും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയെ പോലെ ഇരിക്കും. അതുകൊണ്ട് ദൈവമക്കളായിട്ട് നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം.